പരാതി നമ്മൾ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 10-15 ദിവസമായിട്ടുണ്ട്. നമ്മൾ ഓഗസ്റ്റ് 22-നാണ് കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയണില്ല. നമ്മൾ പറയുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ കേസിന് പുറകെ കേസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചേട്ടന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അനിയത്തി അച്ഛനൊക്കെ ആയിട്ട് താമസിക്കുന്ന നമ്മൾ ചെറിയൊരു കുടുംബമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ അറിയാലോ. അതാണ് അതിൻ്റെ പരാതികൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ഇതിൽ പരാതി കൊടുത്തതിന് ശേഷം പോലീസ് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഇല്ലില്ല, പരാതി കൊടുത്തതിന് ശേഷം പോലീസ് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ ഇന്ന് വാർത്താമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മളിത് ഇങ്ങനെ ഒരു പരാതി സ്വീകരിച്ചു, ഒരു ഫയലിൽ സ്വീകരിച്ചു എന്ന് അറിയണത്. നിങ്ങൾ തന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. ട്രോമ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല കേട്ടോ. ഒരു കേസിന് പുറകെ മറ്റൊരു കേസ് വരിക മാത്രമല്ല, നമ്മൾ ബെയിലിനെ അപേക്ഷിച്ച ദിവസം തന്നെ അന്ന് രാവിലെ തന്നെ അവർ പുതിയ കേസ് കൊടുക്കുക. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മളിത് അവസാനിപ്പിക്കുക. ഇങ്ങനെ ഒരാൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വരുത്തി തീർക്കുക, മൊത്തത്തിൽ അവരുടെ കുടുംബത്തെ തന്നെ ഇല്ലാണ്ടാക്കുക എന്നുള്ള രീതിക്കാണല്ലോ വരുന്നത്. ഇതിപ്പോൾ ഇതിനകത്തൊരു ഗൂഢാലോചന നിങ്ങൾ സംശയിക്കട്ടെ തുടർച്ചയായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു സാധാരണക്കാരനല്ലേ. നമ്മളെന്തുകൊണ്ടാണ് അവരിങ്ങനെ പുറകെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വേട്ടയാടാൻ അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ടൊരു സംശയം സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് വരുമല്ലോ. വേടന്റെ പോലത്തെ ഒരു അവസ്ഥ എന്താ ശരിക്കും? ഇങ്ങനെ നിരന്തരമായി വിഷയം വരുമ്പോൾ ഭയങ്കര മാനസികമായ അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന ജോലി, അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ കയറി വന്ന് ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം വന്നിരുന്ന സമയം തൊട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് എന്നെയൊക്കെ കൂടുതൽ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളിത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. നമുക്ക് അവരെയൊക്കെ ഇത് ബാധിക്കുകയാണ്. അവർക്കും അവരുടെ ജോലി ഇതെന്നൊക്കെ വരുമാനം കൊണ്ടാണ് അവരും ജീവിക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ ഇതൊന്നുമില്ല. ഞാനാണെങ്കിലും ഒരു പ്രൈവറ്റ് ജോലി ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ മനുഷ്യനാണ്. നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലർക്കും എന്നെ അറിയാം. അപ്പോൾ അവർ ചോദിക്കും എന്താണ് അങ്ങനെ ഓരോന്നിന് പുറകെ ഓരോന്നായിട്ട് വരുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു ചെറുചിരിയോടെ അത് മാറ്റുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ വിഷമം ഉണ്ടാവും. ഏത് കാലം തൊട്ടെങ്കിൽ ഇത്ര ക്രൂരമായ സംവിധാനം വന്നു തുടങ്ങി? ഇതിപ്പോ റീസെന്റ് ആണ് ഇത് ഇത്രയും പ്രകടമായിട്ട് വന്നു തുടങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മുമ്പ് നമുക്ക് വരാറുണ്ട്. കാരണം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അങ്ങനെയാണല്ലോ, അദ്ദേഹം പറയുന്ന രാഷ്ട്രീയവും അങ്ങനത്തെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പണ്ട് തൊട്ടേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ഈ നിലയ്ക്കായിട്ടാണ് ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്ട്രീമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തെന്ന് വെച്ചാൽ പുതിയ തലമുറ അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഡോക്ടർ BR അംബേദ്കർ, അയ്യങ്കാളി പോലത്തെ കുറച്ച് ആളുകളുണ്ട്. അവരൊന്നും പുതിയ തലമുറ അറിയരുത്. അവരറിയാതെ തന്നെ ഇവർ ജീവിച്ച് പോകണം. അതായത് എന്നാലാണ് പല ആൾക്കാർക്കും ഈ പുതിയ ആശയങ്ങൾ ഈ കുട്ടികളിലേക്ക് കുത്തിക്കയറ്റാൻ പറ്റുള്ളൂ. അത് നമ്മൾ സമ്മതിക്കില്ല. ആരെങ്കിലും ഒക്കെ ഇത് പറയണ്ടേ. നമ്മളൊരു കലാകാരൻ നിലയ്ക്ക്, കല എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രത്യേകിച്ച് റാപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരമായിട്ടാണ് നമ്മൾക്ക് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് ആരെങ്കിലും പറയണ്ടേ. അങ്ങനെ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രാഷ്ട്രീയപരമായ എതിർപ്പുകൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. വേടൻ ഈ തുടങ്ങിയ കാലത്ത് ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു? തുടങ്ങിയ കാലത്ത് അദ്ദേഹം അത്ര പീക്കിലായിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ അദ്ദേഹം ആ പീക്കിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി അതൊരു കൂട്ടം ആൾക്കാരെ അസ്വസ്ഥരാക്കുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ഈ പരാതി മുഖ്യമന്ത്രിക്ക് നൽകി ഇനി അടുത്ത ഒരു കാര്യമായ ഒരു ആക്ഷൻ ഇല്ലെങ്കിൽ എന്താ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? കാര്യമായ ഒരു ആക്ഷൻ ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒപ്പം നിന്നിട്ടുള്ളത് മീഡിയ, പോലീസ്, ഭരണകൂടം, അതുപോലെ തന്നെ നീതിപീഠം, ഇവരെല്ലാവരും ഞങ്ങൾക്ക് ഒപ്പം ഇതുവരെ നിന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പേടിയും ഭയമൊന്നുമില്ല. ഞങ്ങൾ ഫുൾ വിശ്വാസം നിങ്ങളിലുണ്ട്, നിങ്ങളെല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പേടിയില്ല. ഇതിലെന്തായാലും അതിനുള്ള വേണ്ട ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ സ്ത്രീകൾ ആരെങ്കിലും ചട്ടുവാക്കുന്നുണ്ടോ? ഇങ്ങനെ ഇല്ല, അതെനിക്ക് അറിയില്ല. നമുക്കത് അറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്കറിയില്ല. നമ്മൾക്ക് പേടിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് പരാതിയൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളുള്ളൂ, അല്ലാതെ ഒരാളെ സ്പെസിഫൈ ചെയ്തിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതിന്റെ പിന്നിൽ ഈ മേഖലയിലുള്ള അതായത് സംഗീത രംഗത്തുള്ളവർ തന്നെയാണോ അതോ രാഷ്ട്രീയ രംഗത്തുള്ളവരാണ് ഇതിന്റെ ആ സാധ്യത നിങ്ങൾ കാണുന്നത്? കാരണം ഇത്രയും പെട്ടെന്ന് ഉയർന്നു വന്ന ഒരാളെ താഴ്ത്തുക, നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം സ്വാഭാവികമായിട്ട് ഈ മേഖലയിൽ മറ്റ് പ്രവർത്തിക്കുന്നുണ്ടാവില്ല. എങ്ങനെയാണ് നിങ്ങൾ? അങ്ങനെ നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ആദ്യമായിട്ടാണ് ഇത് ഇത്രയും വളരെ പ്രകടമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തെ മാത്രമല്ല മൊത്തത്തിൽ നമ്മൾ അവസാനിപ്പിച്ച് കളയാന്നുള്ളൊരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ തുടങ്ങിയത് ഈ അടുത്താണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഈ ഇൻഡസ്ട്രിയിലുള്ളവർ നമ്മളെ വിളിച്ച് ആശ്വസിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇല്ല, പോലീസുകാരെല്ലാവരും മാന്യമായിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. നമ്മുടെ അടുത്തൊന്നും ഇതുവരെ എന്തെങ്കിലും മോശമായ രീതിയിൽ സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.